ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ റിയാക്ഷൻ വീഡിയോൻ്റെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പേരുകളില്ലേ. അപ്പോൾ ആ പേരുകളിലുള്ളവർ നടത്തിയിട്ടുള്ള ചില സ്റ്റേജ് പ്രസംഗങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് കേൾക്കും, എന്താ നീ നമ്മളെ മാത്രം ട്രോളുന്നു, ബാക്കി എല്ലാവരും ട്രോളുന്നില്ലല്ലോ. ഞാനെല്ലാവരും കൃത്യമായിട്ട് ട്രോളുന്നുണ്ട്. അപ്പോൾ ഇപ്പം ലൈം ലൈറ്റിൽ നിൽക്കുന്നത് ഏതാണോ അതിനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലേ നമുക്കും റീച്ച് കിട്ടുള്ളൂ. ഓക്കെ, റീച്ച് മുഖ്യമെങ്കിലേ. അപ്പോൾ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. ഇത് തേൻമുട്ട ചേട്ടാ. സ്വർഗത്തുനിന്ന് കിട്ടിയൊന്നുമല്ല. ഞാനിപ്പം ഇവിടെ കേരളത്തിൽ, ഇന്ത്യയിൽ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തിന്നുന്നൊരു സാധനമാണ് ഇത്. ഇത് തിന്നാന്ന് വെച്ചിട്ടൊന്നും ആരും ഒരു കടുങ്കയും ചെയ്തിട്ട് പുറത്ത് പോകാതിരിക്കുക. ഐ മീൻ സ്വർഗത്തിലേക്ക് പോകാം എന്ന് വിചാരിച്ചെടുക്കേണ്ട ആ മണ്ടത്തിലാണ്. അപ്പോൾ ഒരു വിസ്ഡം എന്നൊക്കെ പറഞ്ഞൊരു സംഘടനയൊക്കെ ഉണ്ട്. ഞാനിപ്പാട്ടാ കേൾക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ കേട്ടതായിട്ട് എനിക്കൊരു കേട്ടിട്ടില്ല. വിസ്ഡം മറ്റേ എൻജിൻ്റെ ഒരു വണ്ടിയുണ്ട്, എന്നാണോ അത് വിസ്ഡോറോ അങ്ങനെ എങ്ങാണ്ടാണ് എൻ്റെ പേര്. അപ്പോൾ ആദ്യം മുജാഹിദ് ബാലുശ്ശേരി എന്നൊന്ന് അടിച്ചു നോക്കാം. ഇതാണ് ചങ്ങായി. ഞാൻ മുമ്പേ ഏതോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. മറ്റേ യേശുദാസ് പാടിയിട്ടാരും നന്നായിട്ടില്ല, എൻ്റെ സ്പീച്ച് കൊണ്ട് നന്നായിട്ടാണ്. സംഗീതവും നൃത്തവും മാനവരാശിക്ക് എതിരെന്ന് മുജാഹിദ് ബാലുശ്ശേരി. സംഗീതം കേൾക്കുന്നവർ തെറ്റായ വഴിയിലേക്ക് നീങ്ങും. യേശുദാസിന്റെ പാട്ട് കേട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ എന്നും മുജാഹിദ് ബാലുശ്ശേരിയുടെ ചോദ്യം. യെസ്, കറക്റ്റ്. അതന്നെ 6 വർഷം മുന്നേയുള്ള വീഡിയോ കേട്ടോ. 6 വർഷം മുന്നേ ഇവനൊക്കെ ഇമാതിരി അപരാധം പറയുന്നുണ്ട്. ഓക്കെ, സംഗീതത്തെക്കാൾ ഗുണം ചെയ്യുക തന്റെ പ്രസംഗം കേൾക്കുന്നതാണെന്നും മുജാഹിദ് ബാലുശ്ശേരി. നല്ലോണം പാട്ട് പാടിയ ഒരു പെൺകുട്ടി, മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഓള് ശരീരമൊക്കെ കുലുക്കി ഇളക്കി നന്നായിട്ടൊരു പാട്ടാട്ട് പാടി. ഓളായിട്ട് അടുക്കാനേ ചെറുപ്പക്കാർക്ക് തോന്നുന്നു. ഓളായിട്ട് അകല ആരെങ്കിലും പറയോ, പടച്ചോനെ ഇന്ന് ചുങ്കത്തറയിൽ ഒരു ഗാനമേള ഉണ്ടായിരുന്നു, ആ ഗാനമേള കേട്ടപ്പോ എനിക്ക് മനസ്സിലായി എന്നെ ഒരിക്കലും വ്യഭിചരിക്കരുത്. അങ്ങനെ ഒരു മെസ്സേജ് അതിൽ നിന്ന് കിട്ടുവോ? പങ്കജുദാസിന്റെ ഗസൽ കേട്ടിട്ട് ആരെങ്കിലും പറയോ ഇനി ഞാൻ അമ്മനെ തല്ലൂല? അതുകൊണ്ട് ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ വിലക്കി. ഒരു ഉപകാരമില്ലാത്ത സാധനം. കഴിഞ്ഞ തവണ സ്ത്രീകളായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിയുടെ വിവരക്കേടിന്റെ ഇരയായതെങ്കിൽ ഇത്തവണത്തെ ഇര പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മോന്ത പിടിച്ചിട്ടല്ലേ താടി പിടിച്ച് ഇങ്ങനെ നമ്മൾ ഈ വാർക്കൂലേ, അല്ലെങ്കിൽ നിലത്തൊക്കെ ഇങ്ങനെ ജെല്ലിയിടൂലേ, ജെല്ലിയിടുമ്പോൾ നമ്മൾ മരക്കൈ വെക്കും. ആ മരക്കൈ വെക്കാത്ത തറ എങ്ങനെ ഉണ്ടാക്കി വെക്കുക, ഇറ്റളെ പോലത്തെ എല്ലാത്തിനും പിടിച്ചിട്ട് വീട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വരക്കുക. സംഗീതവും നൃത്തവും ഗായകൻ യേശുദാസുമായിരുന്നു. മതത്തിന്റെ പേര് പറഞ്ഞ് നിരവധി മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാറുള്ളയാളാണ് മുജാഹിദ് ബാലുശ്ശേരി. ഇതിന് മുന്നേ ഉള്ള, അതായത് 6 വർഷം മുന്നേ, അപ്പോൾ അതിന് തൊട്ട് മുമ്പേ ഏതെങ്കിലും ഒരു മാസം മുമ്പ് എങ്ങാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കോണ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലേറെയായിട്ടുള്ള സ്ത്രീകളാണെന്ന് സ്വാഭാവികം. കാരണം സ്ത്രീകൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് വ്യഭിചാരമായിട്ടും അങ്ങനെയൊക്കെയാണ് ഇവർ കാണുന്നത്. കാരണം സ്ത്രീയെ ഇവർ എന്തായിട്ടാണ് കാണുന്നത്? വിളനിലമായിട്ട്. ഇവിടെ സ്ത്രീകൾ നമ്മളെ സഹജീവിയാണ്, അല്ലാണ്ട് വിളനിലല്ല. ഇതെന്തോ ഇത്. സംഗീതവും നൃത്തവും ഗായകൻ യേശുദാസുമായിരുന്നു. മതത്തിന്റെ പേര് പറഞ്ഞ് നിരവധി മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാറുള്ളയാളാണ് മുജാഹിദ് ബാലുശ്ശേരി. ഇസ്ലാം നൃത്തവും സംഗീതവും വിലക്കിയെന്നായിരുന്നു ബാലുശ്ശേരിയുടെ ഇത്തവണത്തെ വിവരക്കേട്. നൃത്തവും സംഗീതവും മാനവരാശിക്ക് ഉപദ്രവം മാത്രമേ നൽകിയുള്ളൂ എന്ന കണ്ടെത്തലും ഇയാൾ നടത്തി. മാനവ ചരിത്രത്തിൽ മനുഷ്യർക്ക് ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി സംഗീതത്തെ പോലെ മനുഷ്യനെ നശിപ്പിച്ച വൃത്തികെട്ട ഒരേർപ്പാട് ലോകത്ത് പറയില്ല. മനുഷ്യനെ അല്ലെങ്കിൽ മാനവരാശിക്ക് ഒരു ഉപകാരമില്ലാത്തൊരു സാധനമാണ് മതം. ആ കൊതം പിടിച്ച് വരുന്നതാണ് ഇമാതിരി ആൾക്കാർ. നമ്മൾ എവിടെയെങ്കിലും ഒരു ദൂരെ യാത്ര പോകുന്ന സമയത്ത് ഒരുപാട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ക്ഷീണമൊക്കെ അനുഭവപ്പെടും. അപ്പോൾ ചില സമയത്ത് നമ്മൾ ബസ്സിലൊക്കെ പാട്ട് കേൾക്കുമ്പോൾ, അല്ല നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫായിട്ട് ആവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധനത്തെയാണ് ഇവർ ഉപകാരമില്ല എന്ന് പറയുന്നത്. അടി ഈറ്റളെ കൊണ്ടെന്നൊക്കെ ഉപകാരമുണ്ട് ആർക്കെങ്കിലും ലോകത്ത്? മാനവരാശിക്കോട്ടെ, ഏതെങ്കിലും ഒരു മൃഗത്തിന്, ഒരു കൊതുകിന് ചോര പിടിക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ദേഹത്തുനിന്ന്? കൊതു ചത്ത് പറ്റുന്നുണ്ടോ? കൊതുകൊക്കെ നമ്മൾ നശിപ്പിക്കേണ്ട സാധനമാണ്. പക്ഷേ ഇങ്ങനത്തേന് കൊതുവിന് പോലും ഉപകാരം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അജാതി വിഷമാണ് കുത്തി വെക്കുന്നത്. ബാക്കി കേട്ടോ. ഓക്കെ,
എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുദാസിന് 19 വയസ്സായില്ലേ? യേശുദാസിന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു മകൻ ചെന്നിട്ട് ഞാൻ നന്നായി നിങ്ങളെ പാട്ട് കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറയും. അതുകൊണ്ട് മനുഷ്യരെ, ഉള്ളം കഴിയുന്ന എൻ്റെ മറ്റവനുണ്ട് രോമം വളർത്താനില്ല ഇത് കൊടുത്തിട്ട് ഒന്ന് പാടാടാ. അതായത് ഞാൻ നന്നായി, അത് എനിക്ക് തോന്നേണ്ട കാര്യമാണ്. അല്ലാണ്ട് ഇവനെ പോലത്തെ ഉള്ളവന്മാരല്ല എനിക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത്, അല്ല നാട്ടുകാരല്ല എനിക്ക് സർട്ടിഫിക്കറ്റ്. ഞാൻ നന്നായി എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടുകളും എന്താ പറയുക, നാട്ടിലൊരു പരിപാടി നടക്കുന്നു. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ പ്രതികരണ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നു, അതെൻ്റെ ചോയ്സാണ്. അപ്പോൾ ആ ചോയ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താ? ഞാൻ ഇതിനെ വ്യക്തമായിട്ട് എതിർക്കുന്നു. അതിന് എനിക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇവർ ഈ സൂംബയെ എതിർക്കുന്ന സമയത്ത് കൃത്യമായ കാരണങ്ങൾ ഒന്നുമില്ല. അതുപോലെ മ്യൂസിക്കിനെ എതിർക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഒരു സാധനമില്ല. ആരെങ്കിലും പോയിട്ട് പറയാം ഞാൻ നന്നായി എന്നല്ലോ. അങ്ങനെയാണ് ഈ ലോകം കീഴ്മേണ്ട് മറിക്കാലോ. അതുമാത്രമല്ല, പാട്ട് കേട്ട് നന്നാകുകയാണെങ്കിൽ പാകിസ്ഥാനിലുള്ളവന്മാരൊക്കെ നന്നാവില്ലേ പെട്ടെന്ന്, തീവ്രവാദികളൊക്കെ. ഒരു ഉദാഹരണം പറയുന്നത്. പിന്നെ നമുക്ക് നന്നാവണം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നന്നാവും. പിന്നെ അതിന് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് തരുമ്പോഴാണ് നമ്മൾ നന്നായോ ഇല്ലയോ. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു നേർ വഴിയുണ്ട്, അതിലങ്ങ് നടക്കുക, അത്രയേ ഉള്ളൂ. അതായത് കഞ്ചാവും മയക്കുമരുന്നും അതിനൊന്നും സപ്പോർട്ട് ചെയ്യാതെ മറ്റൊരു രീതിയിൽ നമ്മൾ ചിലപ്പോൾ 2 തെറിയൊക്കെ പറയുന്നുണ്ടാവും. അതുകൊണ്ട് മോശമാണ് എന്നൊന്നും എനിക്ക് പറയാനില്ല. കാരണം ജാതികൾ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 തെറി പറഞ്ഞു പറയന്നെ വേണം. അല്ലാണ്ട് ഇവൻ്റെ അടുത്ത് ആരാ പറ്റി പറ്റുള്ള അതിന് തെളിവുണ്ടാ ഞാൻ നന്നായി നിന്ന്? ഇവനെ താങ്ങിയെടുക്കുന്ന പറയാനുണ്ടോ ഞാൻ നന്നായി നിന്ന്? മതം തിന്നിട്ട് ഓൻ പറയാം ഞാൻ നിങ്ങളെ വർഷം കേട്ട് നന്നായി. ഇത് കേട്ട് നന്നായിട്ടുണ്ടെങ്കിൽ ഓൻ ലോക ഉളിയായിരിക്കും. ഓക്കെ, യേശുദാസിൻ്റെ പാട്ട് കേട്ട് നമ്മളാരും വഴി പഠിച്ച് പോയിട്ടില്ല, നമ്മളാരും വ്യഭിചരിക്കാനും പോയിട്ടില്ല. അല്ലെങ്കിൽ പാട്ട് നമ്മൾ വേറൊരു രീതിയിലാണ് കാണുന്നത്. നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങൾ മാറ്റാനുള്ള ഒരു ഉപാധിയാണ് സംഗീതം. അല്ലാണ്ട് അങ്ങ് നാട് നന്നാക്കുന്ന ഒരു സാധനമൊന്നുമല്ല. അതുകൊണ്ട് മനുഷ്യരെ, ജീവിതത്തിൽ ഒരിക്കലും സംഗീതം കേട്ടിട്ടില്ലേ ഓ നന്നാവും. സംഗീതം കേൾക്കും തോറും ഒന്നിനും കൊള്ളരുതാത്തനാവും. എനിക്ക് തോന്നുന്നു ഇവൻ സംഗീതം കേൾക്കലേ ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒന്നിനും കൊള്ളാത്തവനായ. കാരണം സംഗീതം കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സാധനമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി തന്നെ ഈ ലോകത്ത് നിലവിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ അറിയാതെ നമ്മളെ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാമല്ലോ. ഇതൊന്നും നോക്കൂല, വെറുതെ അങ്ങ് വായി തുറന്ന് കുറക്ക് പറ്റുന്ന അങ്ങ് പാടുകയാണ്. ബാക്കി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിരന്തരമായി സംഗീതം കേൾക്കുന്നവൻ നാടിനും സമൂഹത്തിനും നാഷണൽ വേസ്റ്റ് ആണ്. പിന്തിരിപ്പൻ പ്രസംഗം നടത്തിയത് കൂടാതെ തന്റെ പ്രസംഗം ആളുകളെ നേർവഴിക്ക് നടത്തുന്നു എന്ന പേരിൽ സ്വയം മാർക്കറ്റ് ചെയ്യാനും ഇയാൾ മറന്നില്ല. അതെ, സ്വയം മാർക്കറ്റ് ചെയ്യലാണ്. സ്വയം പൊങ്ങി മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് സ്വയം പൊങ്ങുക, അതായിരിക്കും പറ്റുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ നേട്ടങ്ങൾ പറയണം. ഞാനിപ്പോൾ ഇന്നത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യേശുദാസിൻ്റെ കാര്യം തന്നെ പറയാം. ഇപ്പം പറഞ്ഞില്ല യേശുദാസിൻ്റെ പാട്ടുകാരും നന്നായില്ലാന്ന്. യേശുദാസ് പാടിയിട്ട് നാഷണൽ ലെവലിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ, അതായത് പുള്ളിയുടെ തുടക്കകാലം തൊട്ടിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തു. അതുമാത്രമല്ല ദേശീയ അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ പുള്ളി നേടിയിട്ടുണ്ട്. ഇവരെന്ത് ഉണ്ടായിട്ടുള്ളത്? ഇവർ തന്നെ വിസ്ഡം എന്തെന്ന മുജാഹിദിൻ്റെ ആ ഒരു താങ്ങുന്ന ആൾക്കാരില്ല, അവർ തന്നെ എന്തെങ്കിലും ഒരു അവാർഡ് തെളിച്ചു കൊടുത്തിട്ടുണ്ടോ? വേറെ എന്ത് കോപ്പ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാകുക? ഒരു തേങ്ങയും കിട്ടിയിട്ടുണ്ടാവില്ല. നാഷണലിൽ നിന്നല്ല, സ്വന്തം മതത്തിലുള്ള ആൾക്കാർ അവർ എതിർക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുക. കാരണം ഇവൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ട കുറേ കമൻറ്റുകളുണ്ട്. ആ പോസ്റ്റൊന്നും ഞാൻ ഷെയർ ചെയ്തില്ല. ഇപ്പോൾ ഇവൻ്റെ പേര് കേട്ടപ്പോഴാണ് ഈ ചങ്ങായിയാണെന്നുള്ളത് ഓർമ്മ വന്നത്. എന്തായാലും പോസ്റ്റുകൾ വരും, അപ്പോൾ ഞാനത് കമൻറ്റുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ നമുക്ക് കമൻറ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ജുനൈദ് ജുനു എന്നാണ് ആളുടെ പേര്, യൂട്യൂബ് ഇതിൻ്റെ പേര്. സംഗീതത്തെ പോലെ മനസ്സിനെ ആസ്വദിപ്പിക്കുന്ന മറ്റൊന്നില്ല. ഞാൻ പറഞ്ഞില്ല, സ്വന്തം മതത്തിലെ ആൾക്കാരെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. അപ്പോൾ ബാക്കി കൂടി കേട്ടോക്കെ. മതത്തെ കൂട്ടുപിടിച്ച് ഇത്തരം മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്ന ബാലുശ്ശേരിമാർ ഒപ്പനയും ദഫും സമ്മാനിച്ച മതസംസ്കാരത്തെയാണ് നാണം കെടുത്തുന്നതെന്ന് ഓർക്കാൻ മറക്കരുത്. അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു ഒപ്പനയും ദഫുമുട്ടും കോൽക്കളിയൊക്കെ. അതായത് മുസ്ലിം സമുദായത്തിൽ നമ്മൾ കാണുന്ന കല്യാണത്തിനോടനുബന്ധിച്ച് കിടക്കുന്ന ഒരു പരിപാടിയാണ് ഒപ്പന. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കല്യാണത്തിനെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളൂ. പിന്നെയാണ് അത് കലോത്സവ വേദിയിൽ ഒരു മത്സര ഇനമായിട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ മണവാട്ടി ആവാൻ വേണ്ടിയിട്ട് മുസ്ലിംസ് മാത്രമാണോ ഇറങ്ങി വരുന്നത്? അല്ല, അത് എന്താ പറയുക, ഒരു മതേതര കലയായി മാറിയിട്ടുണ്ട് ഒപ്പനയും കോൽക്കളിയും അതുപോലെ ദഫുമുട്ടൊക്കെ.
ദഫ് മുട്ടിന് നമുക്ക് പേര് കൊടുത്താൽ നമുക്ക് മാർക്ക് കിട്ടും. ഒരു ഉപകാരമില്ല എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ സമുദായത്തിൽ തന്നെയുള്ള ഒരു കലാരൂപമാണ് ദഫ് മുട്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ അത്യാവശ്യം ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് നടക്കുന്ന നമ്മളെപ്പോലത്തെ ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർ മാർക്കിന് അവസാനം ആശ്രയിക്കുന്നത് ഇതുപോലുള്ള കലാരൂപങ്ങളെ. അപ്പോൾ അതിന് ഒരു ഉപകാരമില്ല എന്നൊന്നും പറയുന്നത്. കാരണം അതിനെപ്പറ്റി നമുക്കൊക്കെ ഉപകാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ജീവിക്കുന്നതും കലയിലൂടെ തന്നെയാണ്. അപ്പോൾ കല എന്ന് പറയുമ്പോൾ അതിനെ മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കുന്നത് ശുദ്ധ മുമ്പിത്തരാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ തിരക്കിടില്ല. ഇവർ സംഗീതം പോയിട്ട് പഠിക്കണോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നില്ലേ, അതിനെപ്പറ്റി പറയാം. അതില്ലാന്നറിയാം, എന്തെങ്കിലും പറഞ്ഞു പോയി. എന്നാൽ അവൻ്റെ ഒരു കോണേ സംഗീതം കേട്ട് നന്നായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീവ്രവാദികളെ പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാട്ട് കേട്ടിപ്പോൾ നന്നാകുന്നുണ്ടെങ്കിൽ ഇവൻ്റെ എല്ലാം ഇത് കേട്ടാലും നന്നാവുമെന്ന് തോന്നുന്നുണ്ടാ? നന്നാവും. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും വീഡിയോ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്ത് പിന്നെയും വരും. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.